വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ രോഹിത് ആ കാറിൽ തന്നെ തിരിച്ച് പ്രീതിയെയും ശാലിനിയെയും കൊണ്ടുവരുന്നത് കണ്ട് സുസ്മിത ആകെ അങ്ങ് ടെൻഷനാവുകയാണ്. ഇവർക്കൊന്നും സംഭവിച്ചില്ലേ എന്നും പറഞ്ഞ് അവർ കാണാതെ ചെടിച്ചട്ടിയുടെ മറവിലേക്ക് സുസ്മിത ആദ്യമൊക്കെ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. തുടർന്ന് കാറിൻ്റെ കീ ഏൽപ്പിച്ച് ബൈക്കിൽ കയറി രോഹിത് പോകുമ്പോൾ ആ ബൈക്കിൻ്റെ ബ്രേക്ക് കൂടി കളയേണ്ടതായിരുന്നു, പ്ലാൻ ബി കൂടി വേണ്ടതായിരുന്നു എന്നൊക്കെ ചെടിച്ചട്ടിയുടെ ഇടയിലിരുന്ന് സുസ്മിത ചിന്തിക്കുന്നുണ്ട്. തുടർന്ന് പ്രീതിയും ശാലിനിയും കൂടി അങ്ങ് സിറ്റൗട്ടിലേക്ക് കയറുമ്പോൾ കാറിനടുത്തേക്കൊക്കെ പോയി ടയറൊക്കെ നോക്കുകയാണ് സുസ്മിത. ഇതിൻ്റെ സ്ക്രൂ അല്ലേ ഞാൻ ഊരിയത്, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നും പറഞ്ഞ് ചിന്തിച്ച് സുസ്മിത ഇങ്ങനെ കാറിന് ചുറ്റും വട്ടം കറങ്ങുകയാണ്. അന്നേരം ഇത് സിറ്റൗട്ടിലേക്ക് കയറുന്ന ശാലിനി ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് പ്രീതിയോട് പറയുകയാണ്, പ്രീതി അകത്തേക്ക് നമ്മൾ വസുമതി ആൻറ്റിയുടെ വീട്ടിലാണ് പോയെന്ന് സത്യമ്മ അറിയണ്ട എന്ന് പറഞ്ഞ് പ്രീതിയെ അങ്ങ് അകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് സുസ്മിതയോട് പറയുകയാണ്, നീ നോക്കണ്ട സുസ്മിതയെ, ആ ടയറിൻ്റെ സ്ക്രൂ തന്നെയാണ് നീ ഊരിയത്, പക്ഷേ പണി ഏറ്റില്ല എന്ന് പറയുകയാണ്. അന്നേരം ആണോ എന്ന് പറഞ്ഞ് ഒന്നും അറിയാത്ത പോലെ സുസ്മിത അങ്ങ് അകത്തേക്ക് കയറാൻ തുടങ്ങിയാണ്. അന്നേരം സുസ്മിതയെ പിടിച്ചു നിർത്തുകയാണ്. അന്നേരം എന്താടിയെന്ന് ചോദിക്കുമ്പോൾ കാരണക്കുറ്റി നോക്കി ഒരടി കൊടുക്കുകയാണ് ശാലിനി സുസ്മിതയ്ക്ക്. നീ എന്നെ അടിച്ചോ, എന്തിനടി അടിച്ചതെന്ന് ചോദിക്കുമ്പോൾ മിണ്ടി പോകരുത് എന്ന് ശാലിനി ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുകയാണ്. എന്നിട്ടും ആൻറ്റി എന്നും പറഞ്ഞ് സുസ്മിത വീണ്ടും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ വീണ്ടും പിടിച്ചു നിർത്തിയിട്ട് അടുത്ത കവാലം നോക്കി ഒന്നുകൂടി അങ്ങ് പൊട്ടിക്കുകയാണ് ശാലിനി. അങ്ങോട്ട് സ്നേഹം കാണിച്ചാൽ കാട്ടുപോത്ത് പോലും മെരുങ്ങും, പക്ഷെ നിന്റെ കാര്യത്തിൽ അതുണ്ടാകില്ല എന്ന് പറഞ്ഞ് മിണ്ടിപ്പോകരുത് എന്നും പറഞ്ഞ് വിരൽമുനയിൽ നിർത്തുകയാണ് ശാലിനി സുസ്മിതയെ. അന്നേരം ഞാൻ എന്ത് ചെയ്തിട്ടാന്നും പറഞ്ഞ് വീണ്ടും സുസ്മിത അങ്ങ് തുടങ്ങുമ്പോൾ ഒരടി കൂടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ 3 അടിയായി. ആ അടി കൂടി കിട്ടുമ്പോൾ സുസ്മിത ആകെ തളരുകയാണ്. മിണ്ടരുതെന്ന് പറഞ്ഞാൽ മിണ്ടരുത്, പാടത്ത് പണി വരമ്പത്ത് കൂലി, ഇനി ഇതാണ് എൻ്റെ പോളിസി. നിന്റെ കാര്യത്തിൽ കുറേയൊക്കെ ഞാൻ ക്ഷമിച്ചു, പക്ഷേ ഇനി ക്ഷമിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പറഞ്ഞത് കേട്ടത് മനസ്സിലായോടി എന്ന് 2-3 തവണ ചോദിക്കുമ്പോൾ ആകെ അങ്ങ് പഞ്ചപുച്ഛം അടക്കി പാവത്തെ പോലെ മനസ്സിലായി, ഇനി ഞാനും തെറ്റ് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് അകത്തേക്ക് കയറുന്ന പ്രീതിയോട് ഇരിക്കാൻ പറയുകയാണ് സത്യഭാമ. അന്നേരം അമ്മ എന്തിനാ എന്നോട് ഇരിക്കാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നിന്റെ കൂടെ ഒരാൾ കൂടി വന്നിട്ടുണ്ടല്ലോ, ആ ആളും കൂടി അകത്തേക്ക് കയറട്ടെ, ബാക്കി ഞാൻ പറയാം എന്ന് പറഞ്ഞ് സത്യഭാമ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൻറ്റി എന്നെ അടിച്ചു എന്നും പറഞ്ഞ് സുസ്മിത കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത്. അന്നേരം ആരാ അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് അടിച്ചത് സത്യാമ്മയെന്നും പറഞ്ഞ് ശാലിനി അകത്തേക്ക് കയറുകയാണ്. അന്നേരം എന്തിനാ നീ ഇവളെ അടിച്ചത് എന്നും പറഞ്ഞ് ചോദ്യം ചെയ്യുകയാണ് സത്യഭാമ. അന്നേരം ശാലിനി കാര്യം പറയാനായിട്ട് വരുമ്പോൾ വിഷയം മാറ്റുകയാണ് സുസ്മിത. ഈ അവസ്ഥയിൽ പ്രീതി എന്തിനാണ് പുറത്തേക്ക് കൊണ്ടുപോയത് എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ, അതിനാണ് എന്നെ അടിച്ചത് എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പേ ശാലിനി അങ്ങ് അടിക്കുകയാണ് സത്യഭാമ. നേരം പ്രീതി പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രീതി അങ്ങോട്ട് തള്ളി മാറ്റുകയാണ് സത്യഭാമ. തുടർന്ന് അടിപൊളി, ഇങ്ങനെ തന്നെ വേണമെന്നങ്ങ് മനസ്സിൽ ചിന്തിക്കുകയാണ്. ശാലിനി അടിച്ചത് കണ്ട് സന്തോഷിച്ച് സുസ്മിത. ഇതേസമയം പൊന്നിയും രാഘവൻ നായരും ഒക്കെ ഹാളിലേക്ക് എത്തുന്നുണ്ട് ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട്. തുടർന്ന് വീണ്ടും ശാലിനി കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്, ഞാൻ അതിനൊന്നുമല്ല സുസ്മിതയെ അടിച്ചതെന്ന്. അന്നേരം ഞാൻ നിന്നെ ഇപ്പോൾ അടിച്ചത് സുസ്മിതയെ അടിച്ചതിനുള്ള അടിയല്ല, പ്രീതിയെ പുറത്തു കൊണ്ടുപോയതിനുമല്ല അടിച്ചത്, ഈ സത്യഭാമയുടെ മാനം വലിച്ചു കീറിയതിനാണ് ഞാൻ നിന്നെ അടിച്ചത് എന്ന് ഭാമ പറയുമ്പോൾ ശാലിനിക്കൊന്നും മനസ്സിലാകുന്നില്ല. തുടർന്ന് എന്താ ഭാമ ഇതെന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ എനിക്കല്പം സമയം വേണം, ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും ശാലിനിയോടങ്ങ് കയർത്ത് സംസാരിക്കുകയാണ് സത്യഭാമ. നീ ഇപ്പോൾ അർജുൻ്റെ വീട്ടിലേക്ക് പ്രീതിയും കൂട്ടി എന്തിനാണ് പോയത്? എന്നെ മാനം കെടുത്താനല്ലേ കൊണ്ടുപോയത്? ഞാൻ പറഞ്ഞിട്ടാണ് അവൾ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ടത്. അപ്പോൾ പിന്നെ അർജുന് ഇന്ന് അവളെ വേണ്ടെങ്കിൽ ഇന്നലെ ഇവൾക്ക് അവനെ വേണ്ട. പ്രീതിയുടെ 2ാം വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്, നീ നോക്കിക്കോ, അത് ഞാൻ നടത്തുക തന്നെ ചെയ്യും. എല്ലാവരുടെയും ഒക്കെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നീ ആര് എന്ന് പറഞ്ഞ് അങ്ങ് ഒരുപാട് ശാലിനിയെ വഴക്ക് പറയുകയാണ് സത്യഭാമ. തുടർന്ന് പ്രീതിയോടും ഒരു വാണിംഗ് എന്ന പോലെ സത്യഭാമ പറയുകയാണ്, മരിച്ചു പോയവരെ കുറിച്ച് ഓർത്ത് ജീവിതം പാഴാക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നിന്നെ സംബന്ധിച്ച് നിന്റെ മുൻ ഭർത്താവ് അർജുൻ ശങ്കർ മരിച്ചു കഴിഞ്ഞു എന്ന് പ്രീതിയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ ആകെ സങ്കടപ്പെട്ട അമ്മയെന്ന് പറഞ്ഞങ്ങ് വിങ്ങി പൊട്ടുകയാണ് പ്രീതി. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ സത്യഭാമ അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന സുസ്മിത കരുതുകയാണ്, അടിപൊളി, വമ്പൻ ഡിസ്റ്റാണല്ലോ വന്നിരിക്കുന്നത്, 2 ഫിസിൽ കൂടി അടിക്കേണ്ടതായിരുന്നു, പക്ഷെ സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഉള്ളുകൊണ്ടങ്ങ് ചിരിച്ചു നിൽക്കുകയാണ് സുസ്മിത.
തുടർന്ന് കാണിക്കുന്നത് ശാരദാമ്മ ഇങ്ങനെ റോഡരികിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീയുടെ ബോധമില്ലാതെ കിടക്കുകയാണ്. ചുറ്റും ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്. അന്നേരം എന്താ സംഭവം എന്ന് തിരക്കുമ്പോൾ പിച്ചെടുക്കുന്ന സ്ത്രീയാണ്. ബോധം ഇടയ്ക്ക് തലചുറ്റി വീണു എന്ന് കൂട്ടത്തിലൊരാൾ പറയുന്നുണ്ട്. അന്നേരം എന്നിട്ട് എന്താ ആരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തത്, നാളെ നിങ്ങൾ ആരെങ്കിലും വീണ് കിടന്നാലും ആരെങ്കിലും എടുത്തുകൊണ്ട് പോകണ്ടേ എന്നും പറഞ്ഞ് തിരിഞ്ഞു കിടക്കുന്ന അവരെ അങ്ങ് മടിയിലേക്ക് എടുത്ത് കിടത്തുന്നുണ്ട് ശാരദാമ്മ. അന്നേരമാണ് ആ സ്ത്രീയെ ശാരദാമ്മയ്ക്ക് മനസ്സിലാകുന്നത്. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ശാരദാമ്മയോട് പൈസ ചോദിച്ചതും ഹോട്ടലിൽ വന്ന് പൈസ തരാതെ ഒരുപാട് ഭക്ഷണം കഴിച്ച സ്ത്രീയെ അന്നേരം ശാരദാമ്മ ഓർക്കുന്നുണ്ട്. തുടർന്ന് ആരുടെയെങ്കിലും കയ്യിൽ വെള്ളമുണ്ടോ എന്നും പറഞ്ഞ് അടുത്ത് നിൽക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി മുഖത്ത് തളിക്കുമ്പോൾ അവർക്ക് ബോധം വീഴുകയാണ്. തുടർന്ന് അവരെ എണീച്ചിരുത്തിയിട്ട് എന്താ ചേച്ചി എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വെള്ളം അങ്ങ് ഒരുപാട് വാങ്ങിച്ച് കുടിച്ച ശേഷം എനിക്ക് വിശക്കുന്നു എന്ന് ശാരദാമ്മയുടെ മുഖത്ത് നോക്കി ദയനീയമായിട്ട് അവർ പറയുമ്പോൾ ആകെ അങ്ങ് സങ്കടം വരുന്നുണ്ട് ശാരദാമ്മയ്ക്ക്. ഇതേസമയം അടുക്കളയിൽ ശാരിക ഉണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ പാത്രത്തിലേക്ക് വെച്ച് ഇല കൊണ്ട് അടച്ചു കെട്ടുകയാണ്. ഇതേസമയം മോളേന്ന് വിളിച്ചുകൊണ്ട് അടുത്ത് കൂടുന്നുണ്ട് വിജയലക്ഷ്മി. എന്തെങ്കിലും സഹായം വേണമായിരുന്നോ, ഞാനൊന്ന് മയങ്ങിപ്പോയി, എന്നെ വിളിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ സഹായിക്കാമെന്നൊക്കെ പറയുകയാണ്. അന്നേരം ശാരികയ്ക്ക് അത്ര പന്തി തോന്നുന്നില്ല. എന്നാലും വേണ്ട, എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നൊക്കെ ശാരിക തിരിച്ച് മറുപടി പറയുന്നുണ്ട്. ഇതേസമയമാണ് ഓട്ടോയിൽ ഭക്ഷണം കൊണ്ടുപോകാനായിട്ട് ശാന്ത വരുന്നത്. അന്നേരം മുറ്റത്തിരുന്ന് പടിയിലിരുന്ന് പത്രം വായിക്കുന്ന കൃഷ്ണൻകുട്ടിയെ മൈൻഡ് ചെയ്യാതെ ശാന്തയങ്ങ് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ശാന്തയങ്ങ് ചോദ്യം ചെയ്യുകയാണ് കൃഷ്ണൻകുട്ടി. ഞാനിവിടെ പത്രവും പിടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ, വീട്ടിലേക്ക് കയറി വരുന്നത് ഇങ്ങനെയാണോ, എന്തിനാ വന്നത് എന്നൊക്കെ പറഞ്ഞങ്ങ് ശാന്തയ്ക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാതെ തുടരെ അങ്ങ് ചോദ്യം ചെയ്യുകയാണ് കൃഷ്ണൻകുട്ടി അമ്മാവൻ. ഈ സമയത്താണ് വിജയലക്ഷ്മിയും ശാരികയും കൂടി ഭക്ഷണവുമൊക്കെ അടുക്കളയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത്. അന്നേരം എന്താ കൃഷ്ണൻകുട്ടി ചേട്ടാ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്നെ ഇവള് മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ കൃഷ്ണൻകുട്ടി പറയുമ്പോൾ ദേഹമനങ്ങി എന്തെങ്കിലും ചെയ്യുക, പത്രമൊക്കെ വായിച്ചിട്ട് എന്ത് നേടാനാണ്, അകത്ത് പോയി ഭക്ഷണം എടുത്തുകൊണ്ട് വാ എന്നും പറഞ്ഞ് കൃഷ്ണൻകുട്ടിയോട് കുറച്ച് ദേഷ്യമായിട്ട് വിജയലക്ഷ്മി സംസാരിക്കുന്നുണ്ട്. അന്നേരം അത് കേൾക്കുമ്പോൾ ശാരികയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. ഞാനോ ചെയ്യണോ എന്നൊക്കെ പറഞ്ഞ് മടിച്ച് അകത്തേക്ക് ഭക്ഷണം എടുത്തുകൊണ്ട് വരാനായിട്ട് കൃഷ്ണൻകുട്ടി പോകുന്നുണ്ട്. തുടർന്ന് ശാരിക വീണ്ടും ബാക്കി ഭക്ഷണം എടുക്കാനായിട്ട് പോകുമ്പോൾ മോളെങ്ങോട്ടാ, അവരെടുത്തുകൊണ്ട് വരും, അല്ലെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് വരാമെന്നൊക്കെ അങ്ങ് സ്നേഹം നടിച്ച് വിജയലക്ഷ്മി പറയുന്നുണ്ട്. സാരമില്ല, ഞാൻ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് ശാരിക അങ്ങ് കയറി പോവുകയാണ്. അതേസമയം അകത്തെത്തുന്ന കൃഷ്ണൻകുട്ടി അമ്മാവൻ ആദ്യം 2-3 പാത്രം എടുത്ത് നോക്കുമ്പോൾ വെയിറ്റ് ഉള്ളതായിട്ട് പപ്പടത്തിൻ്റെ പാത്രം എടുത്തുകൊണ്ട് വരികയാണ്. പപ്പടമാണെന്ന് തോന്നുന്നു, ഇതെടുക്കാമെന്നും പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ബാക്കി എല്ലാ സാധനങ്ങളും ശാന്തയും ശാരികയും വിജയലക്ഷ്മി എല്ലാവരും കൂടെ ചേർന്ന് ആട്ടോയിലേക്ക് കയറ്റുകയാണ്. തുടർന്ന് വിജയലക്ഷ്മിയുടെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസമൊക്കെ കണ്ടിട്ട് കൃഷ്ണൻകുട്ടി അമ്മാവൻ വിജയലക്ഷ്മി മാറ്റി നിർത്തി ചോദിക്കുന്നുണ്ട്, എന്താടി മരുമകളോട് നിനക്കിപ്പോൾ പെട്ടെന്നൊരു സ്നേഹം പൊട്ടിമുളച്ചതെന്ന്. അന്നേരം അവളുടെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ, അവൾ പഠിച്ച സ്കൂളിലെ LP സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പുന്ന ഒരു സന്തോഷമാണ് അവളുടെ മുഖത്ത്. ആ സന്തോഷമുള്ള മുഖം എൻ്റെ മനസ്സിലുണ്ടെങ്കിലേ അവൾ പൊട്ടിക്കരയുന്നത് കൂടി കാണുമ്പോൾ എനിക്ക് ചിരിക്കാനായിട്ട് സാധിക്കൂ. അവൾ ഉണ്ടാക്കിയ അവിയലിൽ ഞാൻ എലിവിഷം ചേർത്തിട്ടുണ്ട്, അതാണ് അവൾ വിളമ്പാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ എലിവിഷമോ എന്നും പറഞ്ഞങ്ങ് വായും പൊളിച്ച് നിൽക്കുകയാണ് കൃഷ്ണൻകുട്ടി അമ്മാവൻ. ഇതേസമയം സാധനങ്ങളൊക്കെ ഓട്ടോയിൽ കയറ്റി ശാന്തയെ സന്തോഷത്തോടു കൂടി ചിരിച്ച് ടാറ്റയൊക്കെ പറഞ്ഞ് യാത്ര അയക്കുകയാണ് ശാരിക. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.